ഹായ് ഫ്രണ്ട്സ്, ഒരു വിട്ടാണ് നമ്മുടെ സൈക്കിളിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ചാളായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളടുത്തുള്ള മുനമ്പം ബീച്ചിലോട്ടാണ്. അപ്പോൾ അവിടെ കുറേ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ കേട്ടാ. അതൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലാണ്. നമ്മളോടെ പാരതുള്ളത് നോക്കിയേ, തെക്കൻ്റെ സൈക്കിളൊക്കെ ഉണ്ടല്ലേ പോലീസാരം. ഇവിടുന്ന് പോകുമ്പോൾ ജങ്കാർ സർവീസ് ഉണ്ട്, അത് കയറിയിട്ട് നമുക്ക് അപ്പുറത്ത് പോവാം. അപ്പുറത്ത് നിന്നിട്ട് പിന്നെ കുറച്ച് സൈക്കിളൊക്കെ ചവിട്ടി അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോവാം. ജങ്കാർ സർവീസ് എത്താനായി. കാട്ടിയ ഇത് ജെട്ടി മുനമ്പം. നമ്മളെ മറ്റേ ഈ മുമ്പത്തെ എപ്പിസോഡിലേക്ക് ഈ സ്ഥലം കാണിച്ചത് നമ്മളിവിടെ എത്തി. പക്ഷേ ജങ്കാർ സർവീസ് തുടങ്ങിയിട്ട് ഉണ്ടോയെന്ന് അറിയില്ല, കുറച്ചൊന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ എത്തിയുണ്ട്. രക്ഷയില്ലാത്ത ഇത് സൂര്യനെ കുറിച്ച് നോക്കിയോ, കൂളിയില്ലേ. ഇവിടെയാണ് ഇവിടെ കൂടുതൽ ആൾക്കാരെ ഫിഷിങ് കഴിഞ്ഞിട്ട് മീനൊക്കെ ലേലം വിളിക്കാൻ വരുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മൾ വെക്കുന്നത്. ഇവിടെ നിന്നാണ് ജങ്കാറിപ്പോൾ അങ്ങോട്ട് പോയേക്കാണ്, അവിടെ നിന്ന് കൂടെ വരും. അതാണ് മുനമ്പം ഹാർബർ. എത്തിയിട്ടുണ്ട്. ജങ്കാറിനുള്ളിലോട്ട് കയറി ഇവിടുന്ന് എടുത്തുകൊണ്ടിരിക്കും.
നമ്മൾ ജങ്കാറൊക്കെ ഇറങ്ങി പിന്നെ സൈക്കിളിൽ കയറി അങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കാം. സംഭവം പൊളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിക്കുമ്പോൾ ഞാൻ വേണ്ടി മുനമ്പം ബീച്ച്. നമുക്ക് അങ്ങോട്ട് പോവാട്ടാ. മുനമ്പം ബീച്ചിലോട്ടാണ് കഴിച്ച് നമ്മൾ പോകുന്നത്. അമ്പത് സൈക്കിളിലൊക്കെ വരും. വരാ ഒന്നരടി ഇപ്പൊ ബീച്ചെത്തി. ഇവിടെ എന്താ ബീച്ചെത്തി. ഞങ്ങൾക്ക് ആ ഭാഗത്തോട്ട് പോയി നോക്കാം. അപ്പുറം കാണുന്നുണ്ടല്ലോ, അത് നമ്മളാ മുനക്കൽ ബീച്ചാണ്, മുസ്ലിം ബീച്ച്. അവിടുത്തെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് ഇതിൻ്റെ എൻട്രൻസ്. സ്ഥലം കണ്ട് പൊളിയല്ലേ. സംഭവം ഇപ്പോൾ ഇവിടെ ആരുമില്ല. രാത്രി ടൈമിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോണ്ടല്ലോ ഫുള്ളാളായിരിക്കും. ചൂണ്ടിടാനൊക്കെ ആൾക്കാരൊക്കെ നീണ്ടിടാം. ഇതാണ്ട് അതിൻ്റെ അപ്പുറം നമ്മളെ മുസ്ലിം ബീച്ചാണ്. അവിടെ ചെക്കൻ വരുന്നുണ്ട്. ബോയ് ഇവിടെ എൻ്റെ സ്പീഡ് ബോട്ട് റൈഡൊക്കെ ഉണ്ട്. അതിന് വൈകുന്നേരം ടൈമിലാണ് ശരിക്കും ഇവിടെ ആളുണ്ടാവാറ്. ഇപ്പോൾ കാലത്ത് ഇവിടെ നടക്കാൻ വരുന്ന ആൾക്കാർ മാത്രം ഉണ്ടാവും. നമുക്ക് കല്ലുമ കയറി അങ്ങോട്ട് പോവാം.
അതിൻ്റെ എൻഡിലോട്ട് വന്നിട്ടുണ്ട്. സംഭവം പൊളിയാട്ടോ, രക്ഷയില്ല. അല്ല അതൊക്കെ പൊളിയല്ലേ, പൊളി വൈബ്, രക്ഷയില്ല. കണ്ടില്ലേ, അവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കും. ശരിക്കും കുറച്ചുണ്ടായിരുന്നുള്ളൂ ഈ ഭാഗം, ഈ പുലിമുട്ടൊക്കെ. ഇപ്പം അങ്ങോട്ട് കുറേ ഇങ്ങനെ ഇട്ടിട്ട് നീട്ടിക്കൊണ്ടിരിക്കും. അവിടെയൊക്കെ ആൾക്കാരുണ്ട്, അവിടേക്ക് നടക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ. സംഭവം ഒരു രക്ഷയില്ല, ഒന്നും രക്ഷയില്ല. സംഭവം നിൽക്കണമെന്നല്ല മനസ്സിലാവുള്ളൂ. അടിപൊളി, നല്ല ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ചെക്കൻ ചാടിച്ചാവുന്നാണ് പറയുന്നത്. തത്തോടാ തെന്നി വീഴും, തത്തോടെ അങ്ങോട്ടോ ഏറ്റത്തേക്ക് ഒന്ന് പോയി നോക്കാം. ചിലപ്പോൾ വീഴും, ചിലപ്പോൾ വീഴും. ഓ പൊളി. ഏതാ വീട്ടിലൊരു ചൂലൊക്കെ കൊണ്ടിട്ടുണ്ട്. ഞണ്ട് നോക്കി നമ്മൾ കണ്ടില്ലെന്ന് വിചാരിച്ചു. വീഴൊന്ന് വണ്ടാറം. ഓ പെട്ടല്ല സാധനം നോക്കിയതാ, കണ്ണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. അവിടെ അടിപൊളിയാണ് സംഭവം. ഇപ്പോൾ സ്ഥലം കേട്ടാ, ഇവിടെ കൊടുങ്ങല്ലൂർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് വരണം കേട്ടോ. വരാത്തോരോ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് പോട്ടാ, അവിടെ അടിപൊളിയാണ് സാധനം. ഇരിക്കണ്ടെങ്കിൽ രക്ഷയില്ല മോനെ, പൊളി സാധനം. ബീച്ചിൻ്റെ സൈഡ് ഞാൻ കാണിച്ചു തരാം. ബീച്ചിൻ്റെ അകത്തെത്തി ആണ്. അവിടെ മറ്റേ സ്പീഡ് ബോട്ടൊക്കെ കിടക്കണമെങ്കിൽ ഇവിടെ 2 ടീം നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ പണി കിട്ടും. ശരിക്കും വൈകിട്ടൊക്കെ ആണെങ്കിൽ സൂപ്പറായിട്ടുള്ളൂ. കുറേ ആൾക്കാരുണ്ടോ അവിടെ, അടിപൊളിയാണ്. ഇതെന്ത് സംഭവം എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ
ഒരു സാധനമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് വെള്ളത്തിൽ ഇറക്കി ഓടിക്കുന്നൊരു സാധനമാണ് ബോട്ട്. മറ്റേ പായക്കപ്പൽ സെറ്റപ്പാണ്. ഇങ്ങനത്തെ കുറേ സാധനം കിടക്കുന്നുണ്ട് ഇവിടെ. മറ്റേ ഇത് കിടക്കുന്നുണ്ട്, സ്പീഡ് ബോട്ട് കണ്ടില്ലേ, കയാക്കിങ് ചെയ്യണ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കൂടെ റൈഡാണ് കേട്ടോ. ഈ വൈകുന്നേരം ടൈം വരികയാണെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ഇതിലൊക്കെ കയറി അടിച്ചു പൊളിക്കാം. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി ഇങ്ങനെ വണ്ടി ബോട്ട് വെച്ചിട്ട്. ആ സാധനം പേരെന്താണെന്ന് എനിക്കറിയില്ല. ആ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇല്ലടാ പുളിയും ചപ്പുളിയാണ് അവിടെ ഒരു ഏറുമാറൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് അങ്ങനെ ആ ഭാഗത്തേക്ക് ഒന്ന് പോവാം. സംഭവം കിടപ്പൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഗോവ ബീച്ച് വന്നേക്കണ്. ഗോവ ബീച്ചല്ലേ ഞങ്ങളുടെ കൊടുങ്ങല്ലൂരാണ്. ഞങ്ങളുടെ കൊടുങ്ങല്ലൂരാണ് വന്നേക്കണ്. എപ്പടാ വിളിക്കണ കൊടുങ്ങല്ലൂരാണ് വന്നേക്കണ്. കൊടുങ്ങല്ലൂർ പൊളി സ്ഥലം, ഒരു രക്ഷയില്ല. രക്ഷ വെച്ചാൽ പൊളിന്ന് വെച്ചാൽ അടിപൊളി. ഇത് കണ്ട പൊളി വൈബ്, സൂപ്പർ സൂപ്പർ. അവിടെ അങ്ങനെയൊക്കെ ബീച്ചിൻ്റെ അവിടെ കസാരൊക്കെ ഇട്ട് കിടക്കാൻ അടിപൊളിന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. പൊളി പൊളി. ഇത് കണ്ട പൊളിന്ന് വെച്ചാൽ പൊളി. അതുപോലത്തെ ഒരു വേറൊരു ബോട്ട് കൂടി കിടക്കുന്നു. എന്തെന്നാന്ന് എനിക്ക് പേരറിയില്ല ഡയറക്റ്റ്. സംഭവം വെച്ചാൽ ഈ രണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ, ഒന്നുമില്ല. കണ്ട അപ്പോൾ ആർക്കെങ്കിലും പേരറിയാണ്ട് കമൻറ്റ് ചെയ്യണോട്ടോ. നോക്കി ഇത് പൊളിയാണ്, രക്ഷയില്ല. ഒരേർമാടം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയേക്കും, അടിപൊളി. ഇതിൻ്റെ മേലെ ഇങ്ങനെ കയറോ. ഇതിൻ്റെ മുകളിൽ കയറാൻ ഒരു ഐഡിയ ഇല്ല. സംഭവം ഒരു വലയും വേറെ സെറ്റപ്പിലൂടെ കയറി പിടിച്ച് വെക്കണം. കയറി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വെച്ചൊന്നാണ്. അത് 3G ആയി. സംഭവം രക്ഷയില്ല കേട്ടാ, രക്ഷയില്ല വെച്ചാൽ അടിപൊളി. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. വെയിലിങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്, ചെറുതായിട്ടൊരു ചൂടുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലെത്തുകയാണ്. കളിച്ചോടോ, താൻ കളിച്ചോടോ. ഫുട്ബോൾ കളിക്കുന്നുണ്ട്, പക്ഷെ അവർ 4 പേരേ ഉള്ളൂ. ഫ്രണ്ട് പോയി കളിച്ചോ. കളിക്കണ്ട, തനിക്ക് എവിടെ ചെന്നാലോ കമ്പനി ഉണ്ടാവല്ലോ. ജാബറൊന്നുമല്ല, വെറുതെ അടിക്കുള്ളവിടെ ചെന്ന് ഞാൻ അടിപ്പളെ ആടിക്കോട്. ബീച്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പാർക്കല്ല, ജസ്റ്റ് ഒരു നല്ല സൗണ്ട് കൂടാ. അപ്പുറ സൈഡിലാണ് പാർക്കിങ്, കാർ പാർക്കിംഗ് ഒക്കെ. കിളികളുടെയൊക്കെ കളകളാ ശബ്ദങ്ങൾ. ഒരു കിളിക്കൂട്, കാക്കട കൂടെ വന്നുണ്ട്. ഇവിടെ പറ്റുമെങ്കിൽ എല്ലാവരും വരണം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. വെളുപ്പിനും വന്നു കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കും ഉണ്ടായില്ല, നല്ല മുടിഞ്ഞ ചൂടായിക്കോളും. വെയിൽ അല്ലാത്ത ടൈമിലൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ മതി. സമ്പാടിയോട് സ്ഥലം ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന പെട സ്ഥലം. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ
ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഇപ്പോൾ സംഭവം ഇവിടെ ഇങ്ങനെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉള്ളൂ കാണാനായിട്ട്, അടിപൊളിയാണ്. അവിടെ ചീഞ്ഞ വല ഇടുന്നുണ്ട്, നമുക്ക് അത് നോക്കും. അത്യാവശ്യം വെയിലായി തുടങ്ങിയിട്ടുണ്ട്, നല്ല ചൂടുണ്ട് ഇപ്പോൾ. സംഭവം സോളാർ പാനലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ച് ചീഞ്ഞാലുണ്ട് ഇവിടെ, ആളത് പൊക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എന്താ ചീഞ്ഞാല വലിക്കുന്ന വണ്ടിയുടെ എഞ്ചിൻ വെച്ചിട്ടുണ്ട്, സാധനം പെഞ്ചി എന്തെങ്കിലും മീനുണ്ടോ നോക്കട്ടെ. എനിക്ക് പോണം ഇരിക്കണ. അപ്പോൾ ഗൈസ് ഇവിടുത്തെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് വേറെ സ്ഥലത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ചോട്ടി കാണുന്ന ടിങ് അടിച്ചിട്ടേക്കണം. ഇനി അടുത്ത എപ്പിസോഡിൽ ഒരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അതുവരെ ബൈ.